ആ നിർമ്മല ബേക്കറിയിലെ CCTV എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. മറ്റു 3 ക്യാമറ വർക്ക് ചെയ്യുമല്ലോ. പിന്നെ ആ രാജീവ് എന്ന പ്രതി ഉണ്ടല്ലോ, എല്ലാം മൊഴിയെടുക്കണം, കാര്യങ്ങളെല്ലാം ഫാസ്റ്റാക്കണേ. മേളിൽ നിന്ന് പ്രഷർ എനിക്കാണല്ലോ. ആ വരൂ. നമസ്കാരം. നമസ്കാരം. എന്താ? ഞങ്ങൾ ക്ലബ്ബിൽ നിന്ന് വരുന്നതാണ്. ക്ലബ്ബിൽ നിന്ന്. ഏത് ക്ലബ്ബ്? ഞങ്ങൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. ക്ലബിന് പേരില്ലേ? ഉവ്വ സാർ, ഹെർക്കുലീസ്. എന്താ അവിടെ അടിപിടിയ പ്രശ്നമെല്ലാം ഉണ്ടായ? ഇല്ല സാർ, അടിപൊളിയൊന്നുമില്ല. പിന്നെ അടുത്ത മാസം ഞങ്ങളുടെ ക്ലബിൻ്റെ വാർഷികമാണല്ലോ. സാറെ ക്ലബിൻ്റെ വാർഷികത്തിന് ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ആ അടുത്ത മാസം ഡേറ്റ് ഏതാണ്? 29-ാം തീയതി സാറേ. 29 അല്ലേ? 29-ന് ഞാനേ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം എനിക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത്. 1-2 കാര്യങ്ങളുടെ ഇതുണ്ട് കേട്ടോ. അയ്യോ, സാറിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനല്ല, CSR ഉണ്ടല്ലോ, CSRന്റെ അറിയില്ലല്ലേ ഭയങ്കര ഹിറ്റ്. CSRനെ കൊണ്ട് ചെയ്യിക്കാനാണ് സാറേ. സാർ അവിടെ ഉണ്ട്, അങ്ങോട്ട് പോക്ക്. ഓക്കെ, താങ്ക് യു. സാറിൻ്റെ ചാൻസാണ് പോയത്. കുഴപ്പമില്ല സാറേ. ഇല്ല. സാർ ചെയ്ത് ഓരോ റീലും ഇപ്പൊ കത്തി കയറുകയാണ്. എന്റെ നാട്ടിലൊക്കെ സാറിന് ഇഷ്ടം പോലെ ആരാധകരുണ്ട്. നമ്മൾ ഈ വക പരിപാടി ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടുള്ളത്. പാപം കാണിക്കണ കോപ്രായത്തിനെ എനിക്ക് കാണിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ പറയും ഇങ്ങനെ പോയാൽ എന്തായാലും 1 മില്യൺ ഉറപ്പാണ്. മന്മഥൻ സാറിന് ഇപ്പൊ വലിയ ലൈഫൊന്നുമില്ല. അല്ല, അത് കാണിക്കുന്നതെന്നാണത്. ഇവരൊക്കെ വിചാരം നമുക്ക് കലാബോധം ഇല്ലാന്നാ. നമ്മൾ സർവീസ് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ, അതുകൊണ്ടാ നന്നായിട്ടുണ്ട് അല്ലേ? പിന്നെ അടിപൊളിയായിട്ട് സാറിനോട് എനിക്കൊരു റീൽ ചെയ്യണം. ആ ചെയ്യാം, പിന്നെന്താ, അത് ചെയ്യാം. സാറിന്റെ റീൽസൊക്കെ ഒരു കാലത്ത് എത്ര പേര് കണ്ടപ്പോൾ ആരും ഇല്ല. എടാ സുഹൃത്ത്, അയാൾ കാണിക്കുന്ന റീൽസാണ്. അയാൾ പേക്കൂത്തല്ലേ കാണിക്കുന്നത്, പേക്കൂത്ത്. അതിനോട് നിങ്ങൾ കുടിക്കോ കേട്ടോ. അല്ല സാറേ, എനിക്കതിൽ ഒപ്പരുടെ കൂടെ കളിക്കാൻ ഒരു താല്പര്യമില്ല. മാരേജ് ദിവസമല്ലേ, പറഞ്ഞു കേട്ടിലേക്ക് തൊപ്പി തെറിച്ചാലോ. ഇത് താളവും ഇല്ല, ബോധവും ഇല്ല, ഒന്നുമില്ല.